പ്രിയ കുട്ടികളെ, ഇനി നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 4 മുതലാണ് പഠിക്കാനുള്ളത്. നമ്മൾ 1, 2, 3 കണക്കുകൾ പഠിച്ചതാണ്. അതിനകത്ത് 2 കാര്യങ്ങളുണ്ടായിരുന്നു. നെഗേഷൻ എഴുതാൻ, കോൺട്രാപോസിറ്റീവ് എഴുതാൻ, കോൺവേഴ്സ് എഴുതാൻ. അത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടെന്ന് വിചാരിക്കുന്നു. നെഗേഷൻ എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ഫാൾസ് ദാറ്റ് ഫ്രണ്ടിൽ ചേർത്താൽ മതി എല്ലാത്തിൻ്റെയും, അല്ലെങ്കിൽ നോട്ട് ചേർത്ത് പറയുക. ആ 2 രീതിയിലാണ്. ഇനി കോൺട്രാപോസിറ്റീവ് എന്ന് പറയുമ്പോൾ പിന്നെ കോൺട്രാപോസിറ്റീവ് എന്ന് പറയുമ്പോൾ നെഗേഷൻ ക്യൂ ഇംപ്ലൈസ് നെഗേഷൻ പി ആണ് വരേണ്ടത്. പി ഇംപ്ലൈസ് ക്യൂ എന്ന രൂപത്തിലുള്ള ക്വസ്റ്റിൻ്റെ ഒരെണ്ണം എടുത്ത് പറയാം. ഇഫ് എ ട്രയാങ്കിൾ ഈസ് ഈക്വലാറ്ററൽ ഇറ്റ് ഈസ് ഐസോസെലസ്. ഈഫ് കഴിഞ്ഞിട്ടുള്ള എ ട്രയാങ്കിൾ ഈസ് ഈക്വലാറ്ററലാണ് പി, ഇറ്റ് ഈസ് ഐസോസെലസ് ആണ് ക്യൂ. അപ്പോൾ നെഗേഷൻ ക്യൂ ആദ്യം പറയണം. അപ്പോൾ ഇറ്റ് ഈസ് നോട്ട് ഐസോസെലസ്. ഇറ്റെന്ന് ആദ്യം പറയാതിരിക്കാൻ വേണ്ടി ഇഫ് എ ട്രയാങ്കിൾ എന്ന ഇറ്റിന് പകരം എടുത്തു. അപ്പോൾ ഇഫ് എ ട്രയാങ്കിൾ ഈസ് നോട്ട് ഐസോസെലസ്, ദെൻ ഇവിടെ ഇറ്റിട്ടു. ഇറ്റ് ഈസ് നോട്ട് ഇക്വലാറ്ററൽ. ഇഫ് എ ട്രയാങ്കിൾ ഈസ് നോട്ട് ഐസോസെലസ്, ദെൻ ഇറ്റ് ഈസ് നോട്ട് ഇക്വലാറ്ററൽ. ഈ കിടക്കുന്നു. ആ രീതിയിലുള്ളത് കോൺട്രാപോസിറ്റീവ്. ഇനി കോൺവേഴ്സും കൂടെയാണ് പഠിച്ചത്. ഈഫ് കഴിഞ്ഞിട്ടുള്ള എ നമ്പർ എൻ ഈസ് ഈവൻ പി ആണ്. ദെൻ കഴിഞ്ഞിട്ടുള്ള എൻ സ്ക്വയർ ഈസ് ഈവൻ ക്യൂ ആണ്. അപ്പോൾ ഈഫ് പി ദെൻ ക്യൂ. കോൺവേഴ്സ് പറയുമ്പോൾ ഈഫ് ക്യൂ ദെൻ പി പറയണം. ഇംപ്ലൈസിൻ്റെ അർത്ഥം ഈഫ് ദെൻ ആണ്. ഇത് ഈഫ് ക്യൂ ദെൻ പി എന്ന് വായിക്കാം, ക്യൂ ഇംപ്ലൈസ് പി എന്ന് വായിക്കാം. അപ്പോൾ ഈഫ് ക്യൂ ദെൻ പി പറയുമ്പോൾ ഈഫ് എൻ സ്ക്വയർ ഈസ് ഈവൻ, ദെൻ ദ നമ്പർ എൻ ഈസ് ഈവൻ. ദെൻ കഴിഞ്ഞിട്ട് എ നമ്പർ എന്ന് വീണ്ടും പറയരുത്, ദ നമ്പർ എന്ന് പറയണമെന്നേ ഉള്ളൂ. ഈഫ് എൻ സ്ക്വയർ ഈസ് ഈവൻ, ദെൻ ദ നമ്പർ എൻ ഈസ് ഈവൻ. ഈ ക്വസ്റ്റ്യൻ നമ്പർ 4 തൊട്ട് നമുക്ക് പഠിക്കാം. അപ്പോൾ കോൺവേഴ്സ് എഴുതാനും കോൺട്രാപോസിറ്റീവ് എഴുതാനും നെഗേഷൻ എഴുതാനും ഇന്ന് പഠിപ്പിക്കുന്നതിൻ്റെ കൂട്ടത്തിലുള്ള കണക്കിൻ്റെ കൂടെ പഠിച്ച് പരീക്ഷ എഴുതിയേക്കണം വൈകുന്നേരം. 4ാമത്തെ ക്വസ്റ്റ്യൻ, റൈറ്റ് കമ്പോണൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഓഫ് ചണ്ഡീഗഡ് ഈസ് ദ ക്യാപിറ്റൽ ഓഫ് ഹരിയാന ആൻഡ് ഉത്തർപ്രദേശ്. കമ്പോണൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ്സ് പറയാൻ പറഞ്ഞാൽ 2-3 സിമ്പിൾ സ്റ്റേറ്റ്മെൻറ്റ് ഇതിനകത്തുണ്ട്. അതൊന്ന് തിരിച്ച് പറയുന്നതിനാണ് കമ്പോണൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ചണ്ഡീഗഡ് ഈസ് ദ ക്യാപിറ്റൽ ഓഫ് ഹരിയാന ആൻഡ് ഉത്തർപ്രദേശ് എന്നതിനെ 2ആക്കി തിരിക്കാം. 1 ചണ്ഡീഗഡ് ഈസ് ദ ക്യാപിറ്റൽ ഓഫ് ഹരിയാന, 2 ചണ്ഡീഗഡ് ഈസ് ദ ക്യാപിറ്റൽ ഓഫ് ഉത്തർപ്രദേശ്. അത് ഒരെണ്ണത്തിന് പി എന്ന സ്റ്റേറ്റ്മെൻറ്റായിട്ടും രണ്ടാമത്തേന് ക്യൂ എന്ന സ്റ്റേറ്റ്മെൻറ്റ് പേരിട്ട് എഴുതുമ്പോൾ 2 കമ്പോണൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ്സാണ് കിട്ടിയത്. ഈ ഒന്നിച്ചെടുക്കുന്നത് കോമ്പൗണ്ട് സ്റ്റേറ്റ്മെൻറ്റ്, അതിനെ നമ്മൾ 2 കമ്പോണൻറ്റ് സ്റ്റേറ്റ്മെൻറ്റാക്കി മാറ്റി. നമ്മൾ നോട്ട് പഠിച്ചപ്പോൾ ഓർഗണില്ലേ, കോമ്പൗണ്ട് സ്റ്റേറ്റ്മെൻറ്റ്, കമ്പോണൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ് അങ്ങനെയൊക്കെ പഠിച്ചിരുന്നു. കോമ്പൗണ്ട് സ്റ്റേറ്റ്മെൻറ്റ് മുറിക്കുമ്പോൾ ഓരോ സിമ്പിൾ സ്റ്റേറ്റ്മെൻറ്റ്സും അതിലുള്ളതിനെ പറക്കി എഴുതുമ്പോൾ അത് കമ്പോണൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആയിട്ട് മാറും. ഒരു കോമ്പൗണ്ട് സ്റ്റേറ്റ്മെൻറ്റ് പല കമ്പോണൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആയിട്ട് മാറാം. ഇതിപ്പോൾ 2 മാറ്റാനേ പറ്റുള്ളൂ. അവയ്ക്ക് പേരിടണം പിയും ക്യൂ. അപ്പോൾ പി ചണ്ഡീഗഡ് ഈസ് ദ ക്യാപിറ്റൽ ഓഫ് ഹരിയാന, ക്യൂ ചണ്ഡീഗഡ് ഈസ് ദ ക്യാപിറ്റൽ ഓഫ് ഉത്തർപ്രദേശ്. 2 കുത്താണ് ഇടുന്നത്. വിച്ച് 1 ഈസ് എ സ്റ്റേറ്റ്മെൻറ്റ്, 275 ഈസ് എ പെർഫെക്റ്റ് സ്ക്വയർ. 4 ബ്രാക്കറ്റിലെ ആൻസറെ കിടക്കുന്നത്. ഇതിലേതാണ് സ്റ്റേറ്റ്മെൻറ്റ്? വിച്ച് 1 എന്ന് എഴുതിയാണ്. വിച്ച് 1 ഈസ് എ സ്റ്റേറ്റ്മെൻറ്റ്. 275 ഈസ് എ പെർഫെക്റ്റ് സ്ക്വയർ, അതൊരു സ്റ്റേറ്റ്മെൻ്റ് ആണോ? മാത്തമാറ്റിക്സ് ഈസ് എ ഡിഫിക്കൽട്ട് സബ്ജക്റ്റ്. ആൻസർ ദിസ് ക്വസ്റ്റ്യൻ. ടുഡേ ഈസ് എ റെയിനി ഡേ. സ്റ്റേറ്റ്മെൻ്റ് എന്ന് വെച്ചാൽ ഒന്നുകിൽ ട്രൂ ആയിരിക്കണം അല്ലെങ്കിൽ ഫാൾസ് ആയിരിക്കണം, 2 കൂടി ആകാൻ പാടില്ല എന്നാണ്. 275 ഈസ് എ പെർഫെക്റ്റ് സ്ക്വയർ. ഉറപ്പായിട്ട് നമുക്കറിയാം ഇത് തെറ്റാണ്. മാത്തമാറ്റിക്സ് ഈസ് എ ഡിഫിക്കൽട്ട് സബ്ജക്റ്റ്. അത് ചിലരെ സംബന്ധിച്ച് ശരി, ചിലരെ സംബന്ധിച്ച് തെറ്റ്, അങ്ങനെ പറ്റില്ല. ആൻസർ ദിസ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഒരു സ്റ്റേറ്റ്മെൻ്റ് അല്ല. ആൻസർ ദിസ് ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ ഒരു ഓർഡർ പോലെ വരുന്നു. ടുഡേ ഈസ് എ റെയിനി ഡേ. അത് ഇന്നൊരു റെയിനി ഡേ എന്ന് പറയുന്നത് എല്ലാവരെയും സംബന്ധിച്ച് ശരിയാകണമെന്നില്ല. പല സ്ഥലത്തും പല രീതിയിൽ വരും. അങ്ങനെ വരുമ്പോൾ ഉറപ്പായിട്ടും ശരി അല്ലെങ്കിൽ ഉറപ്പായിട്ടും തെറ്റെന്ന് പറയുന്നത് ഇതാണ്. 275 ഈസ് എ പെർഫെക്റ്റ് സ്ക്വയർ. ഇത് ഉറപ്പായിട്ടും തെറ്റായതുകൊണ്ട് ഇതൊരു സ്റ്റേറ്റ്മെൻറ്റായിട്ട് എടുക്കാം. ആൻസർ ദിസ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഒരു ഓർഡർ പോലെയാണ് വരുന്നത്, അതുകൊണ്ട് അത് സ്റ്റേറ്റ്മെൻ്റ് അല്ല. വിച്ച് ഈസ് കോൺട്രാപോസിറ്റീവ് ഓഫ് പി ഇംപ്ലൈസ് ക്യൂ. പി ഇംപ്ലൈസ് ക്യൂവിൻ്റെ കോൺട്രാപോസിറ്റീവ് നെഗേഷൻ ക്യൂ ഇംപ്ലൈസ് നെഗേഷൻ പി നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്നതാണ്. ഈ പി ഇംപ്ലൈസ് ക്യൂ ആണ് എല്ലാ സ്റ്റേറ്റ്മെൻറ്റുകളും. അതിൻ്റെ കോൺവേഴ്സാണ് ചോദിച്ചെങ്കിൽ ക്യൂ ഇംപ്ലൈസ് പി ആദ്യം കിടക്കുന്നത്.
കോൺട്രാപോസിറ്റീവ് ചോദിക്കുമ്പോൾ നെഗേഷൻ ക്യൂ ഇംപ്ലൈസ് നെഗേഷൻ ബി. പിന്നെ പ്രൂവ് ബൈ കോൺട്രാപോസിറ്റീവ് മെത്തേഡ് ഇഫ് എക്സ് ഈസ് ആൻ ഇൻറ്റിജർ ആൻഡ് എക്സ് സ്ക്വയർ ഈസ് ഈവൻ ദെൻ എക്സ് ഈസ് ഓൾസോ ഈവൻ. അപ്പോൾ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പ്രൂവ് ചെയ്യുന്നത് കോൺട്രാപോസിറ്റീവ് മെത്തേഡിലും ഉണ്ട്, പിന്നെ ഇത് കോൺട്രഡിക്ഷൻ മെത്തേഡിലും ഉണ്ട്. ആ രണ്ട് കാര്യങ്ങളെ നമുക്ക് പഠിക്കാനുള്ളൂ. കോൺട്രാപോസിറ്റീവ്, കോൺട്രഡിക്ഷൻ, അങ്ങനെ രണ്ട് കാര്യങ്ങളെ നമുക്ക് പഠിക്കാനുള്ളൂ. അതോടുകൂടി പാഠം തീരുവാണ്. കോൺട്രാപോസിറ്റീവ് മെത്തേഡിൽ നമ്മൾ ഈ സ്റ്റേറ്റ്മെൻറ്റിനെ പ്രൂവ് ചെയ്യുകയാണ്. ഇഫ് എക്സ് ഈസ് ആൻ ഇൻറ്റിജർ ആൻഡ് എക്സ് സ്ക്വയർ ഈസ് ഈവൻ ദെൻ എക്സ് ഈസ് ഓൾസോ ഈവൻ എന്നുള്ളതാണ് നമ്മുടെ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ്. ഓർ കൺസിഡർ ദ സ്റ്റേറ്റ്മെൻറ്റ് ഇഫ് എക്സ് ഈസ് ആൻ ഇൻറ്റിജർ ആൻഡ് എക്സ് സ്ക്വയർ ഈസ് ഈവൻ ദെൻ എക്സ് ഈസ് ഓൾസോ ഈവൻ. മോളിൽ പറഞ്ഞ ക്വസ്റ്റ്യൻ തന്നെയാണ് താഴെ വേറെ രീതിയിൽ പറഞ്ഞുള്ളൂ. ഷോ ദാറ്റ് ദി എബോവ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ട്രൂ ബൈ ദ മെത്തേഡ് ഓഫ് കോൺട്രാപോസിറ്റീവ്. അപ്പോൾ ഒന്നിലെ പ്രൂവ് ബൈ കോൺട്രാപോസിറ്റീവ് മെത്തേഡ് എന്ന് എഴുതിയിട്ട് ആ സ്റ്റേറ്റ്മെൻറ്റ് തരും, അല്ലെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ട് ഷോ ദാറ്റ് ദി എബോവ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ട്രൂ ബൈ ദ മെത്തേഡ് ഓഫ് കോൺട്രാപോസിറ്റീവ് എന്ന് പറയും. കോൺട്രാപോസിറ്റീവ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ തന്നെ നെഗേഷൻ ക്യൂ ഇംപ്ലൈസ് നെഗേഷൻ ബി വെച്ച് കൊണ്ടുവരാനാണ്. അപ്പോൾ നമ്മൾ ഈ ക്വസ്റ്റ്യൻ വെച്ച് ഈഫ് കഴിഞ്ഞിട്ടുള്ള എക്സ് ഈസ് ആൻ ഇൻറ്റിജർ ആൻഡ് എക്സ് സ്ക്വയർ ഈസ് ഈവൻ എന്ന് പറയുന്ന കാര്യം പി ആയിട്ട് എടുക്കുന്നു. അപ്പോൾ പി എന്ന് പറയുന്നത് എക്സ് ഈസ് ആൻ ഇൻറ്റിജർ ആൻഡ് എക്സ് സ്ക്വയർ ഈസ് ഈവൻ എന്ന് പറഞ്ഞേക്കാൾ നല്ലത് എക്സ് സ്ക്വയർ ഈസ് ആൻ ഈവൻ ഇൻറ്റിജർ എന്ന് പറയുന്നതാണ്. എക്സ് സ്ക്വയർ ഈസ് ഈവൻ ഇൻറ്റിജർ. എക്സ് ഇൻറ്റിജർ ആണെങ്കിൽ പിന്നെ എക്സ് സ്ക്വയർ ഇൻറ്റിജർ ആണോ? അപ്പോൾ എക്സ് സ്ക്വയർ ഈസ് ഈവൻ ഇൻറ്റിജർ. ക്യൂ എന്ന് പറയുന്നത് ദെൻ കഴിഞ്ഞ് കിടക്കുന്ന എക്സ് ഈസ് ഈവൻ ഇൻറ്റിജർ. എക്സ് ഈസ് ഓൾസോ ഈവൻ എന്നാണ്. അപ്പോൾ എക്സ് ഈസ് ഈവൻ ഇൻറ്റിജർ എന്ന് പറയാം. ഇനി നെഗേഷൻ ക്യൂവെ നമുക്ക് സ്റ്റാർട്ട് ചെയ്തിട്ട് അത് നെഗേഷൻ പിയിലെത്തുന്നുണ്ടോ എന്ന് നോക്കിയാൽ മതി. നെഗേഷൻ ക്യൂവെ സ്റ്റാർട്ട് ചെയ്തു. നെഗേഷൻ ക്യൂ എന്താണ്? എക്സ് ഈസ് നോട്ട് ആൻ ഈവൻ ഇൻറ്റിജർ. അപ്പോൾ എക്സ് എന്താണ്? 2n+1 എന്ന് പറഞ്ഞാലാണല്ലോ ഈവൻ ഇൻറ്റിജർ ആകാതിരിക്കുകയുള്ളൂ, ഒരു +1 ആഡ് ചെയ്യുമ്പോൾ. അപ്പോൾ എക്സ് സ്ക്വയർ എടുക്കാം. എക്സ് സ്ക്വയറിനെ കുറിച്ചാണ് നമുക്ക് കിട്ടേണ്ടത്. നെഗേഷൻ പിയിലേക്ക് നമ്മൾ എത്തണം, നെഗേഷൻ ക്യൂവെ സ്റ്റാർട്ട് ചെയ്തിട്ട്. അതുകൊണ്ട് എക്സ് സ്ക്വയറിനെ കുറിച്ച് എന്താ വരാൻ പോണെന്ന് നോക്കാം. 2n+1 ഹോൾ സ്ക്വയർ 4n² + 4n+1. ഈ രണ്ട് ടേമിൽ നിന്ന് 2 പുറത്തെടുത്തു. അപ്പോൾ ബ്രാക്കറ്റ് 2n² + 2n, പിന്നെ ഒരു +1 ഉണ്ട്. നിങ്ങൾക്കറിയാം 2ൻ്റെ കൂടെ ഈ ഗുണിച്ചത് ഇത്രയും ഭാഗമാണ് ഈവൻ വരുന്നത്, +1 കൂടെ വരുവാണ്. ഇതിന് വേണമെങ്കിൽ കെ എന്ന് പേരിട്ടാൽ 2k + 1. ഇത് എന്തായാലും ഓടാണ്. കെ ആയിട്ട് 2n² + 2 എടുത്തു എന്ന് മാത്രം. അപ്പോൾ എക്സ് സ്ക്വയർ എന്താണെന്ന് കിട്ടി? ഓടായിട്ട് കിട്ടി. ഇവിടെ പി എന്നാ പറയണേ? എക്സ് സ്ക്വയർ ഈസ് ഈവൻ ഇൻറ്റിജർ എന്നാണ്. അപ്പോൾ നമുക്ക് കിട്ടിയത് പിയിൽ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റിന് എതിരായിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റാണ്. അപ്പോൾ പി ഈസ് നോട്ട് ട്രൂ എന്ന് പറയാൻ പറ്റും. അതായത് നെഗേഷൻ ക്യൂവെ സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ നെഗേഷൻ പിയിൽ എത്തുവാണ്. അപ്പോൾ നെഗേഷൻ ക്യൂ ഇംപ്ലൈസ് നെഗേഷൻ ബി എന്ന് പറയുന്ന നമ്മുടെ കോൺട്രാപോസിറ്റീവ് റിസൾട്ടിലേക്ക് നമ്മൾ എത്തി. ഹെൻസ് ദ റിസൾട്ട്. പിന്നെ പി എന്താണെന്ന് എഴുതണം, ക്യൂ എന്താണെന്ന് എഴുതണം. എന്നിട്ട് നെഗേഷൻ ക്യൂവെ സ്റ്റാർട്ട് ചെയ്ത് നെഗേഷൻ പിയിൽ എത്തുന്നുണ്ടോ എന്ന് നോക്കണം. അതാണ് കോൺട്രാപോസിറ്റീവ് മെത്തേഡ്. ഇവിടെ പി എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് എക്സ് സ്ക്വയർ ഈസ് ഈവൻ ഇൻറ്റിജർ. ഇതൊന്ന് ചെറുതായിട്ട് മേക്കപ്പ് ചെയ്ത് പറയുകയാണ്. എക്സ് സ്ക്വയർ ഈസ് ഈവൻ ഇൻറ്റിജർ. എക്സ് ഇൻറ്റിജർ ആണെങ്കിൽ ആൻഡ് എക്സ് സ്ക്വയർ ഈസ് ഈവൻ. അപ്പോൾ ഒന്നിച്ച് നമുക്ക് എക്സ് സ്ക്വയർ ഈസ് ഈവൻ ഇൻറ്റിജർ എന്ന് പറഞ്ഞാലും മതി. ക്യൂ എന്ന് പറയുന്നത് എക്സ് ഈസ് ഈവൻ ഇൻറ്റിജർ. നെഗേഷൻ ക്യൂ എന്ന് പറയുന്നത് എക്സ് ഈസ് നോട്ട് ആൻ ഈവൻ ഇൻറ്റിജർ. അതായത് എക്സ് 2n+1 ഓടായിട്ട് എടുക്കുന്നതാണ്. എൻ ഈസ് പോസിറ്റീവ് ഇൻറ്റിജർ. ഇനി എക്സ് സ്ക്വയർ എന്ന് പറയുന്നത് അതിനെക്കുറിച്ചുള്ള ധാരണയെ നമുക്ക് വേണ്ടത്. അപ്പോൾ 2n+1 ഹോൾ സ്ക്വയർ 4n² + 2n+1. 2 പുറത്തെടുക്കുമ്പോൾ 2n² + 2n ബ്രാക്കറ്റിൽ വരും +1. നിങ്ങൾക്ക് കണ്ടറിയാം ഇതിന് കെ എന്ന് പേരിട്ടാൽ 2k + 1. ഇതെപ്പോഴും ഓടാണ്. അതായത് എക്സ് സ്ക്വയർ ഈസ് ഈവൻ ഇൻറ്റിജർ എന്ന് പറയുന്നതിന് എതിരായ ഒരു കാര്യമാണ് കിട്ടിയത്. അപ്പോൾ നെഗേഷൻ പിയിൽ നമ്മളെത്തി. പി ഈസ് നോട്ട് ട്രൂ എന്ന കാര്യത്തിലെത്തി. ഇത് ഓടായതുകൊണ്ട് പി ഈസ് നോട്ട് ട്രൂ എന്ന കാര്യത്തിലെത്തി. അപ്പോൾ നെഗേഷൻ ക്യൂവെ സ്റ്റാർട്ട് ചെയ്ത് നെഗേഷൻ പിയിലെത്തി. ഹെൻസ് ദ റിസൾട്ട്. കോൺട്രാപോസിറ്റീവ് മെത്തേഡാണ് ഇച്ചിരി പ്രയാസമുള്ളത്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന കോൺട്രഡിക്ഷൻ മെത്തേഡ് നല്ല എളുപ്പമാണ്. പ്രൂവ് ബൈ ദ മെത്തേഡ് ഓഫ് കോൺട്രഡിക്ഷൻ. ഇങ്ങനെ 5 ക്വസ്റ്റ്യൻ ഉണ്ട്. എല്ലാം ഒരുപോലെ ചെയ്യേണ്ട 5 കണക്കുകളാണ്. അതോടുകൂടി ഈ പാഠം തീരുവാണ്. പി √2 ഈസ് റാഷണൽ. എല്ലാം ഇറാഷണലാണ്. √2, √7, √13, √11, √5 എല്ലാം ഇറാഷണലാണെന്ന് നമുക്കറിയാം. അത് തെളിയിക്കുക. പിന്ന് പേര് നമ്മൾ കൊടുക്കേണ്ടി വരും. ചിലപ്പോൾ പി ഇട്ടാണ് സ്റ്റേറ്റ്മെൻറ്റ്, ചിലപ്പോൾ പി ഇടാതെയാണ് സ്റ്റേറ്റ്മെൻറ്റ്. എങ്ങനെയാണെങ്കിലും ആദ്യത്തെ കണക്ക് √2. സപ്പോസ് √2 ഈസ് റാഷണൽ. കോൺട്രഡിക്ഷൻ മെത്തേഡ് എന്ന് വെച്ചാൽ നേരെ എതിരെടുക്കുക.
എന്നിട്ട് ഇറാഷണൽ എന്നാണ് തെളിയിക്കേണ്ടത്, നേരെ എതിരെടുക്കുക. എന്നിട്ട് നമ്മൾ എടുത്ത കാര്യം ഒരു കോൺട്രഡിക്ഷൻ വരുത്തുകയാണ്. അപ്പോൾ നമ്മൾ എടുത്ത് തെറ്റിപ്പോയി എന്ന് പറഞ്ഞ് √2 ഈസ് റാഷണൽ എന്ന് വരുത്തുകയാണ്. അപ്പോൾ സപ്പോസ് √2 ഈസ് ഇറാഷണൽ ചോദിക്കുമ്പോൾ സപ്പോസ് √2 ഈസ് റാഷണൽ എന്ന് എടുക്കുക. റാഷണൽ ഭിന്നസംഖ്യ, അപ്പോൾ √2 p/q രൂപമാണ്, ഭിന്നസംഖ്യയാണ്. റാഷണലാണ്, ഭിന്നസംഖ്യയാണ്. താഴത്തെ ഒരിക്കലും 0 വരാൻ പാടില്ല. ക്യൂ ഒരിക്കലും 0 വരാൻ പാടില്ല. കൂടാതെ പിക്കും ക്യൂവിനും കോമൺ ആയിട്ട് ഫാക്ടേഴ്സും വരാൻ പാടില്ല. കാരണം പിക്കും ക്യൂവിനും കോമൺ ആയിട്ട് ഫാക്ടേഴ്സ് ഒന്നും വെട്ടിപ്പോവും, ചിലപ്പോൾ അത് ഭിന്നസംഖ്യാ രൂപം മാറിപ്പോവും. അതുകൊണ്ട് പി ആൻഡ് ക്യൂ ഭാവന കോമൺ ഫാക്ടേഴ്സും കൂടി എഴുതുക. സ്ക്വയറിങ് ചെയ്യുമ്പോൾ 2 = p²/q², 2q² p². എൻ്റെ അർത്ഥം 2 ഡിവൈഡ്സ് p² എന്നാണ്. 2 ഡിവൈഡ്സ് p². p²നെ 2 കൊണ്ട് ഹരിക്കാം എന്ന് വെച്ചാൽ 2 ഡിവൈഡ്സ് p എന്നും വരും. ഇപ്പം p²നെ 2 കൊണ്ട് ഹരിക്കാൻ പറ്റുമെങ്കിൽ p-യെ 2 കൊണ്ട് ഹരിക്കാം. അപ്പോൾ എൻ്റെ അർത്ഥം p ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 2 എന്നാണ്. p-യെ 2 കൊണ്ട് ഹരിക്കാമെങ്കിൽ p ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 2 എന്നാണ്. അതുകൊണ്ട് p 2k എന്നെടുത്തു, മൾട്ടിപ്പിൾ ഓഫ് 2 എന്നുള്ള രീതിയിൽ. ഇനി p² എടുത്തു 4k². ഇവിടെ p² 2q² ആയിരുന്നു. അതുകൊണ്ട് ഈ p² സ്ഥാനത്ത് 2q² = 4k² എഴുതുമ്പോൾ രണ്ട് സൈഡിൽ നിന്ന് 2 വെട്ടിക്കളഞ്ഞാൽ q² 2k² എന്ന് വരും. ഇതിൻ്റെ അർത്ഥം 2 ഡിവൈഡ്സ് q² എന്നാണ്. അതിൽ നിന്ന് 2 ഡിവൈഡ്സ് q എന്ന് വരും. അപ്പോൾ ഇവിടെ 2 ഡിവൈഡ്സ് p, ഇവിടെ 2 ഡിവൈഡ്സ് q. അതിൻ്റെ അർത്ഥം 2 ഈസ് എ കോമൺ ഫാക്ടർ ഫോർ ബോത്ത് p ആൻഡ് q. p-യെ 2 കൊണ്ട് ഹരിക്കാം, ക്യൂവിനെ 2 കൊണ്ട് ഹരിക്കാമെങ്കിൽ 2 ഈസ് എ കോമൺ ഫാക്ടർ ഫോർ ബോത്ത് p ആൻഡ് q. നമുക്ക് ഇവിടെ പറയുന്നുണ്ട് p ആൻഡ് q ഹാവിന് കോമൺ ഫാക്ടേഴ്സ്. ഇവിടെ കിട്ടി 2 ഈസ് എ കോമൺ ഫാക്ടർ ഫോർ ബോത്ത് p ആൻഡ് q. അപ്പോൾ ദിസ് ഈസ് എ കോൺട്രഡിക്ഷൻ ടു അവർ അസംഷൻ. അവർ അസംഷൻ ഇതായിരുന്നു, അതിൽ ഈ ഭാഗം തെറ്റിപ്പോയി. p ആൻഡ് q ഹാവിന് കോമൺ ഫാക്ടേഴ്സ് എന്നുള്ളത് ഇവിടെ വരുന്നു. 2 ഈസ് എ കോമൺ ഫാക്ടർ ഫോർ ബോത്ത് p ആൻഡ് q. ദിസ് ഈസ് എ കോൺട്രഡിക്ഷൻ ടു അവർ അസംഷൻ. therefore √2 ഈസ് നോട്ട് റാഷണൽ. √2 ഈസ് നോട്ട് റാഷണൽ എന്ന് പറഞ്ഞാൽ √2 ഈസ് റാഷണൽ. അപ്പോൾ എങ്ങനെയാണ് ചെയ്തത്? നമ്മൾ സപ്പോസ് √2 ഈസ് റാഷണൽ എന്നെടുത്തു, അതായത് ഭിന്നസംഖ്യ. √2 p/q രൂപമാണ്. p ആൻഡ് q ഹാവിന് കോമൺ ഫാക്ടേഴ്സ്. ഇതാണ് നമ്മൾ സപ്പോസ് ചെയ്തത്. എന്നിട്ട് നമ്മളൊരു കോൺട്രഡിക്ഷനിൽ ചെന്ന് ചാടുവാണ്. സ്ക്വയറിങ് ചെയ്തു. 2 = p²/q². അപ്പോൾ p² = 2q². അതിൻ്റെ അർത്ഥം 2 ഡിവൈഡ്സ് p². അതിൻ്റെ അർത്ഥം 2 ഡിവൈഡ്സ് p എന്ന് വെച്ചാൽ p-യെ 2 കൊണ്ട് ഹരിക്കാം. p ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 2 എന്നാണ്. അതായത് p 2k, p² 4k². ഇവിടെ p² 4k² കയറ്റിയിടുമ്പോൾ 2q² = 4k². അപ്പോൾ q² = 2k². 2 ഡിവൈഡ്സ് q², 2 ഡിവൈഡ്സ് q. അപ്പോൾ ഇത് രണ്ടും കൂടെ വെച്ച് നോക്കുമ്പോൾ 2 ഈസ് എ കോമൺ ഫാക്ടർ ഫോർ ബോത്ത് p ആൻഡ് q. ദിസ് ഈസ് എ കോൺട്രഡിക്ഷൻ ടു അവർ അസംഷൻ. therefore √2 ഈസ് നോട്ട് റാഷണൽ. അതായത് √2 ഈസ് ഇറാഷണൽ. അതുപോലെ അടുത്ത √7. assume that √7 is rational. √7 is equal to p/q. p and q have no common factors. Squaring 7 is equal to p²/q². p² is equal to 7q². 7 divides p². 7 divides p. 7 is p is a 7 divides p എന്ന് പറഞ്ഞാൽ p-യെ 7 കൊണ്ട് ഹരിക്കാം. അപ്പോൾ p is a multiple of 7. p is equal to 7k. p² is equal to 49k². 7q² is equal to 49k². q² is equal to 7k². 7 divides q². 7 divides q. ഇത് രണ്ടും കൂടെ വെച്ച് 7 ഈസ് എ കോമൺ ഫാക്ടർ ഫോർ ബോത്ത് p ആൻഡ് q. ദിസ് ഈസ് എ കോൺട്രഡിക്ഷൻ ടു അവർ അസംഷൻ. therefore √7 ഈസ് നോട്ട് റാഷണൽ. അതായത് √7 ഈസ് ഇറാഷണൽ. ഇനി √13. assume √13 ഈസ് റാഷണൽ. ശരിക്കും ഇറാഷണൽ എന്നാണ് തെളിയിക്കേണ്ടത്. അതിൻ്റെ ഓപ്പോസിറ്റ് അസ്യൂം ചെയ്യുക. √13 ഈസ് റാഷണൽ. √13 p/q. p ആൻഡ് q ഹാവ് നോ കോമൺ ഫാക്ടേഴ്സ്. സ്ക്വയറിങ് 13 ഈസ് ഇക്വൽ ടു p²/q². 13q² is equal to p². 13 divides p². p²നെ 13 കൊണ്ട് ഹരിച്ചാൽ q² കിട്ടുമല്ലോ. അപ്പോൾ 13 divides p². 13 divides p. p is a multiple of 13. p is equal to 13k എന്നപ്പോൾ പറയാം. p is a multiple of 13 എന്ന് പറഞ്ഞാൽ p = 13k എന്ന് എഴുതാം. 13 ഡിവൈഡ്സ് p² ആണെങ്കിൽ വർഗ്ഗത്തെ 25നെ 5 കൊണ്ട് ഹരിക്കാമെങ്കിൽ അതിൻ്റെ വർഗ്ഗമൂലം 5നെയും 5 കൊണ്ട് ഹരിക്കാം. 64നെ
2 കൊണ്ട് ഹരിക്കാമെങ്കിൽ അതിൻ്റെ വർഗ്ഗമൂലം 8നെയും 2 കൊണ്ട് ഹരിക്കാം. അങ്ങനെ ഏതെടുത്താലും ശരിയാണത്. അപ്പോൾ 13 ഡിവൈഡ്സ് പി സ്ക്വയർ ആണെങ്കിൽ 13 ഡിവൈഡ്സ് പി ആണ്. അതിൻ്റെ അർത്ഥം പി ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 13 എന്നാണ്. അതായത് പി 13K എന്നാണ്. പി സ്ക്വയർ 169 കെ സ്ക്വയർ ഇവിടെ കൊണ്ടിടുന്നു. 13 ക്യൂ സ്ക്വയർ 169 കെ സ്ക്വയർ. ക്യൂ സ്ക്വയർ 13 കെ സ്ക്വയർ. 13 ഡിവൈഡ്സ് ക്യൂ സ്ക്വയർ. 13 ഡിവൈഡ്സ് ക്യൂ. 13 is a common factor for both P and Q. This is a contradiction to our assumption. Therefore, root 13 is not rational. Root 13 is irrational. അടുത്തത് assume root 11 is rational. Root 11 P by Q. P and Q have no common factors. Squaring 11 is equal to P square by Q square. 11 Q square is equal to P square. 11 divides P square. 11 divides P. P is a multiple of 11. P is equal to 11K. P square 121 K square. 11 Q square is equal to 121 K square. രണ്ട് സൈഡിൽ നിന്നും 11 വെട്ടി. Q square is equal to 11 K square. 11 divides Q square. 11 divides Q. ഇത് രണ്ടും കൂടെ വെച്ച് 11 is a common factor for both P and Q. This is a contradiction to our assumption. Therefore, root 11 is not rational. Root 11 is irrational. Suppose root 5 is rational. അല്ലെങ്കിൽ assume root 5 is rational. Root 5 is equal to P by Q. P and Q have no common factors. Squaring 5 is equal to P square by Q square. 5 Q square is equal to P square. 5 divides P square. 5 divides P. P is a multiple of 5. P is equal to 5K. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. 5 ഡിവൈഡ്സ് പി സ്ക്വയർ. 5 ഡിവൈഡ്സ് പി ബൈ ഹാർട്ട് പഠിക്കുകയല്ല. 5 ഡിവൈഡ്സ് പി സ്ക്വയർ. പി സ്ക്വയറിനെ 5 കൊണ്ട് ഹരിക്കാം. പി സ്ക്വയറിൻ്റെ താഴേക്ക് 5 ഇട്ടാൽ ക്യൂ സ്ക്വയർ കിട്ടുമല്ലോ. 5 ഡിവൈഡ്സ് പി സ്ക്വയർ ആണെങ്കിൽ 5 ഡിവൈഡ്സ് പി ആണ്. 5 ഡിവൈഡ്സ് പി എന്ന് പറഞ്ഞാൽ പിയെ 5 കൊണ്ട് ഹരിക്കാം. അതിൻ്റെ അർത്ഥം പി ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 5 എന്നാണ്. പിയെ 5 കൊണ്ട് ഹരിക്കാമെങ്കിൽ പി ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 5 ആണ്. പി 5K. പി സ്ക്വയർ 25K സ്ക്വയർ ഇവിടെ കൊണ്ടിടുവാണ്. 5 ക്യൂ സ്ക്വയർ 25K സ്ക്വയർ. ക്യൂ സ്ക്വയർ ഈസ് ഇക്വൽ ടു 5K സ്ക്വയർ. 5 ഡിവൈഡ്സ് ഇതിൻ്റെ അർത്ഥം 5 ഡിവൈഡ്സ് ക്യൂ സ്ക്വയർ. ക്യൂ സ്ക്വയറിൻ്റെ താഴേക്ക് 5 ഇടാൽ K സ്ക്വയർ കിട്ടുമല്ലോ. 5 ഡിവൈഡ്സ് ക്യൂ സ്ക്വയർ. 5 ഡിവൈഡ്സ് ക്യൂ വരും. ഇത് രണ്ടും കൂടെ വെച്ച് 5 ഈസ് എ കോമൺ ഫാക്ടർ ഫോർ ബോത്ത് പി ആൻഡ് ക്യൂ. പിയെ 5 കൊണ്ട് ഹരിക്കാം. ക്യൂവിനെ 5 കൊണ്ട് ഹരിക്കാം. അപ്പോൾ 5 കോമൺ ഫാക്ടർ ഫോർ ബോത്ത് പി ആൻഡ് ക്യൂ. ദിസ് ഈസ് എ കോൺട്രഡിക്ഷൻ ടു അവർ അസംപ്ഷൻ. therefore root 5 ഈസ് നോട്ട് റാഷണൽ. root 5 ഈസ് റാഷണൽ. ഇതോടുകൂടി നമ്മുടെ പാഠം വരുവാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാ കണക്കുകളും ഉൾപ്പെടെയാണ് ഒരു പരീക്ഷ ഇടുന്നത് ഇന്ന് വൈകിട്ട്. പക്ഷേ ഈ പരീക്ഷയിൽ കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ. കോൺട്രഡിക്ഷൻ മെത്തേഡ് വെച്ച് ഞാൻ ഈ 5 കണക്കുകളിൽ ഏതെങ്കിലും ഓർമ്മ ഇടും. അത് സ്ഥിരം എല്ലാ വർഷവും ചോദിക്കുന്നതാണ്. ഒരു കോൺട്രാപോസിറ്റീവ് മെത്തേഡ് പഠിക്കാനുണ്ട്, അതും പഠിക്കുക. പിന്നെ 3 കാര്യങ്ങൾ. ഒരു നെഗേഷൻ എഴുതാൻ. ഒന്നിൽ ഇറ്റ് ഈസ് ഫാൾസ് ദാറ്റ് ഫ്രണ്ടിൽ ചേർത്തുകൊണ്ട് അങ്ങ് എഴുതി വെച്ചാൽ മതി. തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് ഫ്രണ്ടിൽ ഒരു കോൺട്രാപോസിറ്റീവ് എഴുതാൻ. നെഗേഷൻ ക്യൂ ഇംപ്ലൈസ് നെഗേഷൻ പി എന്ന രൂപത്തിൽ, പി ഇംപ്ലൈസ് ക്യൂ എന്ന രൂപത്തിൽ തന്ന ക്വസ്റ്റിനെ മാറ്റി എഴുതാൻ. ഒരു കോൺവേഴ്സ് എഴുതാൻ. പി ഇംപ്ലൈസ് ക്യൂ എന്ന രൂപത്തിൽ തന്ന ചോദ്യത്തെ ക്യൂ ഇംപ്ലൈസ് പി എന്ന രൂപത്തിൽ മാറ്റി എഴുതുമ്പോൾ കോൺവേഴ്സായി. അങ്ങനെ 3 എഴുതാൻ. അത് കഴിഞ്ഞ ദിവസം പഠിപ്പിച്ചായിരുന്നു. അത് അങ്ങനെ 3 എഴുതാനും പിന്നെ ഒരു കോൺട്രാപോസിറ്റീവ് മെത്തേഡിൽ ഒരു പ്രൂഫ് എഴുതാനും ഒരു സ്റ്റേറ്റ്മെൻറ്റ് തെളിയിക്കാനും പിന്നെ ഒരു കോൺട്രഡിക്ഷൻ മെത്തേഡിൽ ഒരു കാര്യം തെളിയിക്കാനും ഈ 4 ക്വസ്റ്റ്യനാണുള്ളത്. ഒന്ന് മെത്തേഡ് ഓഫ് കോൺട്രഡിക്ഷൻ വെച്ചൊരു കണക്ക്, ഒന്ന് കോൺട്രാപോസിറ്റീവ് മെത്തേഡ് വെച്ചുള്ളൊരു കണക്ക്, പിന്നെ ആദ്യത്തെ ദിവസം പഠിപ്പിച്ച ഒരു കോൺട്രാപോസിറ്റീവ്, ഒരു കോൺവേഴ്സ്, ഒരു നെഗേഷൻ. ഇത്രയും കാര്യങ്ങളാണ് ഈ പാഠത്തിൽ നിന്ന് നിങ്ങൾ പഠിക്കുന്നത്. വൈകുന്നേരം പരീക്ഷ എഴുതിയേക്കണം. അതോടെ ഈ ചാപ്റ്റർ തീർന്നതാണ്.